ഇത് നോറിൻ്റെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. കടയിൽ നിന്ന് ഞാൻ സൂപ്പ് കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കടയിൽ നിന്ന് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെയാണ് സൂപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കടയിൽ നിന്ന് കഴിച്ചപ്പോൾ ഇതിനേക്കാളും ടേസ്റ്റ് കടയിലുള്ളതാണെന്ന് മനസ്സിലായി. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ എന്നാലും ഇതൊന്നുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതായിരുന്നു. 2 പാക്കറ്റ് വാങ്ങി വീട്ടിലെല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതിലൊരു പാക്കറ്റ് തന്നെ 600 ml വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടും. ഞാൻ 2 പാക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം അളന്നൊഴിക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഉദ്ദേശം വെച്ച് ഒഴിക്കാൻ അറിയുന്നവർക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ സൂപ്പൊന്നും അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. മാഗിയൊക്കെ ആണെങ്കിൽ വെള്ളം ഉദ്ദേശം വെച്ചിട്ട് ചെയ്യാൻ അറിയാം കേട്ടോ. അപ്പം ഇതിനകത്ത് കോണും പിന്നെ അങ്ങനെ ചിക്കൻ പീസെന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും ചിക്കൻ പീസൊക്കെ അത്യാവശ്യം കിട്ടും. ഇത് കോണും പിന്നെ എനിക്ക് തോന്നുന്നു കോൺഫ്ലോർ ഉണ്ടല്ലോ മറ്റേ നന്നായിട്ട് കുറുകി കിട്ടും. ആ സംഭവം എല്ലാം കൂടി ചേർത്തിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. കാര്യം എല്ലാം കഴിഞ്ഞിട്ട് ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. ഇതിപ്പോഴേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ട പിടിക്കാതെ നോക്കണം. കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് കട്ടയില്ലാതെ തന്നെ ഇളക്കിയെടുത്തിട്ട് പിന്നെ അത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇപ്പോഴേ വെള്ളം പോലെ ഇരിക്കുന്ന കൺസിസ്റ്റൻസി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു കട്ടിയാവും. ഇത് തിളച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെയും കുറേ നേരം ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ടൈമൊന്നും എനിക്കറിയത്തില്ല എത്ര നേരം വയ്ക്കണം എന്നുള്ളത്. ഇത് ഇങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ കിട്ടിയത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇതാണ് കുറുകി വരുമ്പോഴേക്കും ഉള്ളത്. അതിനകത്ത് ക്യാരറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇത് എല്ലാം കഴിഞ്ഞിട്ട് തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ചിലർക്ക് ചൂടോടെ കഴിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് കുറച്ചൊന്ന് ചൂട് മാറണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളത്. പ്രിപ്പയർ ചെയ്യാനൊക്കെ ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. പിന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ.